കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാന്റെ സമീപം ഹോർമസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. 2 കപ്പലുകളിലുമായി 3 ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്തു. സലാഹുദ്ദീൻ സലാല ചേരുകയാണ് വിശദാംശങ്ങളുമായി. സലാഹുദ്ദീൻ, അവിടുത്തെ ഒമാനിലെ ഒരു സാഹചര്യം ഏത് തരത്തിലാണിപ്പോൾ? മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് രണ്ട് ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നത്. അതിലൊന്ന് ദുഃഖം എണ്ണ ടാങ്കറിന് നേരെയുള്ള ആക്രമണമായിരുന്നു. ഇതിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് ഉച്ചക്ക് 1:30 കൂടിയാണ് സലാലയിൽ ആക്രമണം നടന്നത്. ഈ ഡ്രോണുകളിൽ 2 സുരക്ഷാ ഏജൻസി വെടിവെച്ചിട്ടതായി ഒമാൻ ന്യൂസ് ഏജൻസി പറഞ്ഞു. ഒന്ന് സലാല സീപോർട്ടിന് സമീപം പതിച്ചെങ്കിലും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായില്ല. ആക്രമണങ്ങളെ അപലപിക്കുന്നതായും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ന്യൂസ് ഏജൻസിയുടെ അറിയിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാന്റെ സമീപമുള്ള കപ്പലുകൾ ഇറാൻ ആക്രമിച്ചിരുന്നു. 2 കപ്പലുകളിലായി 3 ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്തു. അതേസമയം ഇറാൻ ഒമാനിൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഇന്ന് വൈകിട്ട് അറിയിച്ചിട്ടുള്ളത്. ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടെ ജനജീവിതം വളരെ സാധാരണമാണെന്ന് പറയാം. ആക്രമണം നടന്ന ദുഃഖമായാലും സലാല പോർട്ട് ഏരിയ ആയാലും വലിയ ഒരു റെസിഡൻഷ്യൽ ഏരിയകളല്ല. അതിനാൽ തന്നെ സിവിലിയൻ മേഖലകളിൽ ആക്രമണം ഇല്ലാത്തതിനാൽ തന്നെ മറ്റ് സൈറന്റെ ശബ്ദങ്ങളോ മറ്റു ഭീതിതമായ അവസ്ഥകളോ എങ്ങും ഇല്ല. ഇന്ന് ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ നിന്ന് മസ്കറ്റിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് 3 സർവീസുകൾ നടത്തിയിരുന്നു. അത് നാളെയും തുടരുമെന്നാണ് അറിയുന്നത്. ദേശീയ വിമാന കമ്പനികൾ അല്ലാതെ കൂടുതൽ വിമാന സർവീസുകൾ ഇന്ന് രാത്രി മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നും അറിയുന്നുണ്ട്. ഇന്ന് അതുപോലെ തന്നെ ഒമാന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വരികയുണ്ടായി. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മോദി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് നൽകുന്ന സുരക്ഷയ്ക്കും പിന്തുണയ്ക്കും സുൽത്താൻ ഹൈതം ബിൻ താരിഖിനോട് പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയുണ്ടായി. മഹേഷ്.